നോ, ഇനി ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കേണ്ട. ഓക്കെ ആണെങ്കിൽ ഞാൻ തനിക്കും കൂടി ടിക്കറ്റ് എടുക്കും. ബുദ്ധിമുട്ട് വല്ലതുമുണ്ടെങ്കിൽ തനിക്ക് ജോലി വേണ്ടെന്ന് വെക്കാം. അവൻ്റെ അറുത്ത് മുറിച്ചുള്ള മറുപടിയിൽ അവൾക്ക് മുൻപിൽ മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല. പോകാൻ വേണ്ടി തന്നെ അവൾ തീരുമാനിച്ചു. അവൻ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയുടെ സുരക്ഷ മറ്റുള്ളവരുടെ കൈകളിലല്ല, അവളുടെ കൈകളിൽ തന്നെയാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. വീട്ടിൽ ചെന്ന് അമ്മയോട് കാര്യം പറഞ്ഞപ്പോൾ അമ്മയ്ക്കും അല്പം ഭയം തോന്നിയിരുന്നു. എങ്കിലും നീ ഒറ്റയ്ക്ക് 3 ദിവസം അയാൾക്കൊപ്പം, എനിക്കെന്തോ ഒരു പേടി പോലെ. അമ്മ എന്തിനാ പേടിക്കുന്നത്? പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അച്ഛനെയും ആങ്ങളെയും കൊണ്ട് നടക്കാൻ പറ്റുമോ? നമ്മളെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അങ്ങനെ ധൈര്യത്തോടെ അമ്മയോട് പറഞ്ഞെങ്കിലും ഉള്ളിലൊരു ഭയം ചേക്കേറുന്നത് ശ്രുതി അറിഞ്ഞിരുന്നു. 1 മാസത്തെ പരിചയം മാത്രമാണ് സഞ്ജുവുമായുള്ളത്. അതിൻ്റെയാൽ അയാൾ ഒരു മോശക്കാരനെന്ന് തോന്നിയിട്ടില്ല. എങ്കിലും സിന്ധു ചേച്ചി പറഞ്ഞതുപോലെ മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ സാധിക്കില്ല. സമയവും സാഹചര്യങ്ങളുമാണ് ഒരു മനുഷ്യനെ തെറ്റുകാരനാക്കുന്നത്. ഉടനെ തന്നെ ഫോൺ എടുത്ത് ചേച്ചിയെ വിളിച്ചു. എന്താടി ഈ സമയത്ത്? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഒരു സംഭവം നടന്നു. എന്ത് സംഭവം? മനസ്സിലാവാതെ സിന്ധു ചോദിച്ചു. ഓഫീസിൽ നിന്നും ഒരു ടൂറുണ്ട്. ഞാനും സാറും മാത്രമേ ഉള്ളൂ. 3 ദിവസം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ചെന്നൈയിലേക്കാണ് പോകുന്നത്. ഭയത്തോടെ അവൾ പറഞ്ഞു. ആണോ? ഞാൻ പറഞ്ഞില്ലേ, നീ നന്നായിട്ട് സൂക്ഷിക്കണം. നിങ്ങളുടെ താമസമൊക്കെ എങ്ങനെയാണ്? അറിയില്ല, കമ്പനി ഹോട്ടൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഹോട്ടലാണെങ്കിൽ നിനക്ക് സെപ്പറേറ്റ് റൂം വേണമെന്ന് ആവശ്യപ്പെടണം. അതല്ല വേറെ എവിടെയെങ്കിലുമാണ് താമസിക്കുന്നത് എങ്കിൽ അപ്പോൾ തന്നെ നീ അവിടേക്കുള്ള വഴി കൃത്യമായിട്ട് തന്നെ നോക്കണം. പിന്നെ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയും വേണം. ഉപദേശങ്ങളൊക്കെയും ഭയത്തിൻ്റെ വിത്തുകൾ പാകുകയായിരുന്നു ചെയ്തത്. പിന്നീടുള്ള സമയങ്ങളിലൊക്കെ ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തത തന്നെ ആലോചിക്കുമായിരുന്നു. എങ്കിലും ടൂറിന് സമ്മതിക്കുകയല്ലാതെ അവൾക്ക് മുൻപിൽ മറ്റൊരു മാർഗമില്ലെന്നും അവൾ മനസ്സിലാക്കിയെടുത്തിരുന്നു. ടൂറിന് പോകുന്നതിന് തലേദിവസം തന്നെ സഞ്ജയ് അവളെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. രാവിലെ 9:30 ഫ്ലൈറ്റ്. ടിക്കറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഒരു 3 ദിവസത്തേക്കുള്ള ഡ്രസ്സും മറ്റും എടുക്കണം. 3 ദിവസമൊന്നും കാണില്ല, എങ്കിലും ഒരാവശ്യത്തിന് പിന്നീട് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഒരു 7 മണിയാകുമ്പോൾ ഓഫീസിലേക്ക് വരണം. വെളുപ്പിന് ഞാൻ അവിടെ ഉണ്ടാകും. അവിടെ നിന്ന് നമുക്ക് ഒരുമിച്ച് കാറിൽ എയർപോർട്ടിലേക്ക് പോവാം. ഡ്രൈവർ ഉണ്ടാകും. ഇല്ലെങ്കിൽ പിന്നെ കാറ് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാകും. എനിക്ക് പാസ്പോർട്ടില്ലല്ലോ. അല്പം സമാധാനത്തോടെ അവൾ പറഞ്ഞു. ശ്രുതി, നമ്മൾ പോകുന്നത് ചെന്നൈക്കാണ്. ഇന്ത്യക്കകത്ത് യാത്ര ചെയ്യാൻ പാസ്പോർട്ട് വേണ്ട. അത് ഇതുവരെ അറിയില്ലേ? ഇല്ല സർ, എനിക്കറിയില്ലായിരുന്നു. ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവൾ പറഞ്ഞു. ഓക്കെ, ഏതായാലും ഇന്ന് കുറച്ച് നേരത്തേക്ക് പോയിക്കോളൂ. നാളെ തയ്യാറെടുക്കാനുണ്ടാവില്ലേ? ശരി സർ. മറുപടി പറഞ്ഞ് പൂർത്തിയാക്കുമ്പോഴേക്കും മനസ്സിനെ ഒരു ഭയം മർദ്ദിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അന്നത്തെ രാത്രി അവൾക്ക് സങ്കീർണമായിരുന്നു. കുറേ സമയങ്ങൾക്ക് ശേഷമാണ് അവൾ ഉറങ്ങിയത്. പിറ്റേന്ന് വളരെ നേരത്തെ തന്നെ ഉണർന്നു. കുളിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ലതെന്ന് തോന്നുന്ന 3 ജോഡി ഡ്രസ്സ് എടുത്ത് ഒരു ബാഗിലേക്ക് വെച്ചു. പണ്ട് സ്കൂളിൽ നിന്നും ടൂർ പോകാൻ വേണ്ടി വാങ്ങിയ ഒരു പഴയ ബാഗ് നോക്കിയപ്പോൾ അതിൽ നിറയെ പൊടിയായിരുന്നു. എത്ര തട്ടിക്കളഞ്ഞിട്ടും പൊടി മാറുന്നില്ലെന്ന് മാത്രമല്ല, ഒരു സിബ് പൊട്ടിയിരിക്കുവാണ്. ഇതുകൊണ്ട് യാത്ര ചെയ്യുന്നത് ശരിയാവില്ല എന്ന് അവൾക്ക് തന്നെ തോന്നിയിരുന്നു. അങ്ങനെയാണ് അവസാനം അനുജൻ്റെ സ്കൂൾ ബാഗ് തന്നെ തിരഞ്ഞെടുത്തത്. ഏകദേശം ട്രാവൽ ബാഗിനോട് സാമ്യമുള്ളതായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലെന്ന് തോന്നിയതുകൊണ്ട് ആ ബാഗിലേക്കെല്ലാം എടുത്തു വെച്ചു. നിർബന്ധിപ്പിച്ച് അമ്മ രാവിലെ ഭക്ഷണം കഴിച്ചാണ് വിട്ടത്. ബസ്സിൽ നിന്നും ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറി ഓഫീസിലേക്ക് ചെന്നപ്പോൾ തന്നെ ഓഫീസ് തുറന്നിരിക്കുന്നതും സഞ്ജയുടെ കാറ് പുറത്തു കിടക്കുന്നതും കണ്ടു. കഴുത്തിൽ കിടക്കുന്ന ചരടിലെ തകിടിലൊന്ന് അമർത്തി പിടിച്ചതിന് ശേഷമാണ് അകത്തേക്ക് കടന്നത്. അകത്തേക്ക് ചെന്നപ്പോൾ ഒരു കെറ്റിൽ ചായ തിളപ്പുകയാണ് സഞ്ജയ്. ഇത്ര പെട്ടെന്ന് എത്തിയോ? സമയം 6:30 ആയില്ലല്ലോ. അവൻ അത്ഭുതമൂറി. ട്രാഫിക് ബ്ലോക്കോ മറ്റോ ഉണ്ടായാലോ എന്ന് കരുതി. അപ്പോഴാണ് അവൾ താൻ മാറോടടക്കി പിടിച്ചിരിക്കുന്ന ബാഗ് അവൻ കണ്ടത്. ഇതാണോ തൻ്റെ ലഗേജ്? അതെ സർ, ഒരു ചമ്മലോടെ അവൾ പറഞ്ഞു. വേറെ ബാഗില്ലേ? ഒന്നുണ്ടായിരുന്നു സർ, അത് രാവിലെ പൊട്ടി. പിന്നെ ഹാൻഡ് ബാഗിൽ ഇത്രയും സാധനങ്ങൾ കൊള്ളുകയുമില്ല. തനിക്ക് ഇന്നലെ എന്നോട് പറയായിരുന്നില്ലേ? ബാഗ് ഞാൻ വാങ്ങി തന്നേനല്ലോ. വെറുതെയല്ല, ശമ്പളത്തിന് പിടിക്കും, സഞ്ജയ് പറഞ്ഞു. ഞാനും ഓർത്തിരുന്നില്ല സർ. ഒരു കാര്യം ചെയ്യാം, ഈ ബാഗ് ക്യാബിനിൽ വെച്ചേക്കൂ. നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ വേറെ പർച്ചേസ് ചെയ്യാം. അയ്യോ, അത് വേണ്ട സർ, ഞാൻ ഈ ബാഗ് പിടിച്ചോളാം. പറയുന്നത് കേൾക്ക്. എയർപോർട്ടിലേക്ക് ചെല്ലുമ്പോൾ തനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് തോന്നും. അതുകൊണ്ട് ഞാൻ പറയുന്നത്.
സോറി സർ, എൻ്റെ സ്വകാര്യമായ ഒരുപാട് സാധനങ്ങൾ ബാഗിലുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെ വരുന്നേ? അവളുടെ ആ മറുപടിയിൽ അവൻ മൗനം പാലിച്ചു. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അത്രയും പറഞ്ഞൊരു കോഫി എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൻ. ഞാൻ ചായ കുടിച്ചിട്ടാണ് സാർ ഇറങ്ങിയത്. അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അവൻ. ശേഷം കപ്പ് അപ്പുറത്തേക്ക് മാറ്റിവെച്ചു. അവൻ്റെ മുഖഭാവം മനസ്സിലാക്കിയതുപോലെ അവൻ വെച്ച് കപ്പെടുത്ത് അവളൊന്ന് സിപ്പ് ചെയ്തു. അവൻ്റെ ചുണ്ടിലൊരു ചെറിയ നേർത്ത പുഞ്ചിരി വിടർന്നത് അവൾ കണ്ടു. അത്യാവശ്യമുള്ള കുറച്ച് ഫയൽസ് കൂടി എടുക്കാനുണ്ട്. ആ ഫയൽസൊക്കെ ഞാൻ ഈ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇത് പിടിച്ചോ. സേഫായിരിക്കണം. തൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ടല്ലോ? എടുത്തിട്ടുണ്ട് സർ. എപ്പോഴായിരിക്കും സർ നമ്മൾ എവിടെ എത്തുക? ഒരുപാട് സമയമെടുക്കുമോ? 1 മണിക്കൂർ കൂടുതലൊന്നും എടുക്കില്ല. ചായ കുടിച്ചുവെങ്കിൽ നമുക്കിറങ്ങാം. സഞ്ജയ് അനുഗമിക്കുമ്പോൾ ഉള്ളിൽ ഭയത്തിൻ്റെ വർണ്ണങ്ങൾക്ക് നിറം മങ്ങുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ഇതുവരെ മോശമായി പെരുമാറിയിട്ടില്ല. ഓരോ പ്രവൃത്തികളിലും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തൻ്റെ ഭയം അനാവശ്യമാണെന്ന് ശ്രുതിക്ക് തോന്നി. പക്ഷേ ഒരു മനുഷ്യനെയും അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ലല്ലോ എന്നൊരു ചിന്ത കൂടി അവളിൽ നിറഞ്ഞു. അതോടെ വീണ്ടും ഭയം തീവ്രതയോടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. കാറിൽ അവനൊപ്പം യാത്ര ചെയ്യുമ്പോൾ പലവട്ടം അവൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ സൂക്ഷിച്ചു നോക്കി. തന്നോട് എന്തോ പറയാനുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് അവളുടെ മുഖത്തേക്ക് നോക്കി എന്താണ് കാര്യമെന്ന് തിരക്കിയത്. പോകുന്ന വഴിക്ക് അമ്പലം വല്ലതും കാണുകയാണെങ്കിൽ ഒന്ന് നിർത്തുമോ? എനിക്ക് കാലത്ത് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. ഇത്രയും വലിയൊരു യാത്ര പോകുമ്പോൾ എൻ്റെ ഒരു സമാധാനത്തിന് അമ്പലത്തിലൊന്ന് കയറി തൊഴുതിട്ട്. അവളോട് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന മധ്യവയസ്കനായ വ്യക്തിയോട് സഞ്ജയ് പറഞ്ഞു. രാമേട്ട, ഇവിടെ എവിടെയെങ്കിലും അമ്പലം കാണുകയാണെങ്കിൽ ഒന്ന് നിർത്തണം. ശരി സർ, അയാൾ മറുപടി പറഞ്ഞു. അവൾക്ക് പകുതി ആശ്വാസം തോന്നി. കുറച്ചുകൂടി യാത്ര ചെയ്തപ്പോൾ ഒരു ചെറിയ അമ്പലത്തിന് മുൻപിൽ അദ്ദേഹം വണ്ടി നിർത്തി. അവനെ ഒന്ന് നോക്കിയിട്ട് അവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അതിരാവിലെ സമയമായതുകൊണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച പ്രസാദവുമായി അവൾ തിരികെ വന്നു. ഇലയിൽ നിന്നും ചന്ദനം സ്വന്തം നെറ്റിയിലേക്ക് തൊട്ടു. അതിനുശേഷം കാറിലേക്ക് കയറി അവന് നേരെ നീട്ടി. നോ താങ്ക്സ്, ഞാനിതൊന്നും തൊടാറില്ല, അമ്പലത്തിലും പോകാറില്ല. എടുത്തടിച്ചു പോലെയുള്ള അവൻ്റെ മറുപടിയിൽ അവൾക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. കുറച്ചു നാളുകൾ കൊണ്ട് ഇത് പരിചിതമായി കഴിഞ്ഞിരിക്കുന്നു. ഒന്നും മിണ്ടാതെ അത് ഭദ്രമാക്കി മടക്കി ബാഗിനുള്ളിൽ വെച്ചു. ഇപ്പോൾ ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. എന്താണ് ഈ യാത്ര അവൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്നറിയാതെ അവൾ യാത്ര തുടർന്നു. എയർപോർട്ടിലേക്ക് എത്തിയ ശേഷം അവിടുത്തെ രീതികളൊന്നും തന്നെ ശ്രുതിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ നിൽക്കുകയായിരുന്നു അവൾ. അവളുടെ പരുങ്ങിയുള്ള നിൽപ്പും പരിഭ്രമം നിറഞ്ഞ നോട്ടവുമൊക്കെ കണ്ടപ്പോൾ ഇടയ്ക്ക് അവന് ചിരി വരുന്നെങ്കിലും അവൻ ഗൗരവപൂർവ്വം തന്നെയാണ് അരികിൽ നിന്നത്. ഫ്ലൈറ്റിലേക്ക് കയറിയ നിമിഷം കൂടുതൽ പ്രാർത്ഥനയുമായി നിൽക്കുകയാണ് ശ്രുതി. കണ്ണടച്ച് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ അറിയാതെ സഞ്ജയ് ചിരിച്ചു പോയിരുന്നു. തനിക്കെന്താണ് പറ്റിയത്? ശബ്ദം താഴ്ത്തി അവൾക്ക് മാത്രം കേൾക്കാവുന്ന വിധത്തിൽ അവൻ ചോദിച്ചു. അല്ല, നമ്മൾ ഫ്ലൈറ്റിലല്ലേ സാർ പോകുന്നത്? നമ്മൾ ഓരോ ദിവസവും എത്ര വാർത്തകളാണ് കേൾക്കുന്നത്. ഫ്ലൈറ്റ് തകർന്നു എന്നൊക്കെ. ഞാൻ പ്രാർത്ഥിക്കായിരുന്നു ഈ ഫ്ലൈറ്റിലുള്ള ആർക്കും ഒരപകടവും വരരുത്, നമ്മളെല്ലാം സുരക്ഷിതമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് ചെല്ലണമെന്ന്. സഞ്ജയ് അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. പിന്നീട് അറിയാതെ അവൻ ചിരിച്ചു പോയിരുന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾക്കും ഒരല്പം ജാള്യത തോന്നി. ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമാണ് സർ, അതുകൊണ്ടാണ്. തൻ്റെ ഭാഗം വിശദീകരിക്കാൻ എന്ന പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു. താൻ ഇങ്ങനെ ആദ്യമാണെന്ന് എനിക്ക് മാത്രമല്ല ഈ ഫ്ലൈറ്റിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ചെറുചിരിയോടെയാണ് അവൻ പറഞ്ഞത്. ശേഷം അവൻ തിരക്കുകളിലേക്ക് കടന്നിരുന്നു. ചെന്നൈ എയർപോർട്ടിലേക്ക് എത്തിയതും അവളുടെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു. നിൽക്കുന്നത് അവൻ കണ്ടിരുന്നു. എന്താണെന്ന് അവൻ തലകൊണ്ട് ആംഗ്യം കാണിച്ചു. ഇത്ര പെട്ടെന്ന് എത്തിയോ? അത്ഭുതമൂറിയ കണ്ണുകളോടെ അവൾ ചോദിച്ചു. താനെന്താ പിന്നെ കരുതിയത് 3-4 മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിലായിരിക്കുമെന്നോ? ഞാൻ പറഞ്ഞില്ലേ 1 മണിക്കൂർ കൂടുതലൊന്നും ചെന്നൈ വരെ എത്താനെടുക്കില്ലെന്ന്. ജാളിതയോടെ അവളൊന്ന് ചിരിച്ചു കാണിച്ചു. ഒരേ സമയം നിഷ്കളങ്കവും സഹതാപവും തോന്നിയിരുന്നു അവന്. രണ്ടുപേരും എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കാറും ആവശ്യമായ കാര്യങ്ങളുമെല്ലാം സഞ്ജയ് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അവനൊപ്പം കാറിൽ കയറുമ്പോഴും ചെന്നൈ നഗരത്തെ നോക്കിക്കാണുന്നവളെ കണ്ടപ്പോൾ അവന് വാത്സല്യമാണ് തോന്നിയത്. ഒരു പ്രത്യേക ഇഷ്ടം അവളുടെ ചലനങ്ങളിലും രീതികളിലുമൊക്കെ തനിക്ക് തോന്നുന്നുണ്ടെന്ന് സഞ്ജയ്ക്ക് തോന്നി. വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു. അവളുടെ രീതികളെ വളരെയധികം ക്യൂട്ടാണെന്ന് തോന്നി അവന്. ഒന്നും മനസ്സിലാവാത്തൊരു കൊച്ചുകുട്ടിയെ കൗതുകത്തോടെയാണ് ഓരോ കാഴ്ചകളെയും അവൾ വിലയിരുത്തുന്നത്. ആ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും അവൻ ഒപ്പിയെടുക്കുകയായിരുന്നു. ചിലപ്പോൾ വിടരുന്ന കണ്ണുകൾ, അത്ഭുതത്താൽ അമ്പരപ്പാൽ, അങ്ങനെ പല വികാരങ്ങളും ആ കണ്ണുകളിൽ
ഒരു ഞൊടി നിമിഷം കൊണ്ട് മിന്നി മറയുന്നു. ഇങ്ങനെ ഒരാളെ വീക്ഷിക്കാൻ ഇന്നുവരെ തോന്നിയിട്ടില്ല. ആദ്യമായാണ് സൂക്ഷ്മം ഇങ്ങനെ ഒരാളിലെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുന്നത്. അത്രത്തോളം ആകർഷിക്കപ്പെടുന്നുണ്ട് അവളിലേക്ക്, ഒരു പ്രത്യേക മാന്ത്രികത പോലെ. ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തുമ്പോഴാണ് സ്ഥലത്തെത്തിയ കാര്യം സഞ്ജയ് ഓർത്തത്. ഇത്രയും സമയം താൻ ഒരാളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന ചിന്ത അവനെയും അമ്പരപ്പിച്ചിരുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകമാണ് അവളുടെ കണ്ണുകളിൽ കൂടുതലും നിറഞ്ഞു നിൽക്കുന്നത്. അല്പം കുറുമ്പും കൈവശമുണ്ട്. ചില സമയങ്ങളിൽ പറയുന്ന മറുപടിയിൽ പോലും ചിലപ്പോൾ ചിരി വരാറുണ്ട്. പക്ഷേ അത് പുറത്ത് കാണിക്കാതെയാണ് അവളോട് ഇടപെടുന്നത്. ഹോട്ടൽ റിസപ്ഷനിലേക്ക് അവനോടൊപ്പം നടക്കുമ്പോൾ പെട്ടെന്ന് സിന്ധു പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ ചേക്കേറിയിരുന്നു. സാറ് റൂം എടുക്കുകയാണെങ്കിൽ എനിക്ക് സെപ്പറേറ്റ് റൂം വേണമെന്ന് പറയണം. ആ ഉപദേശം അവൾ ഒരിക്കൽ കൂടി ഓർമ്മിച്ചു. സർ, എനിക്ക് സെപ്പറേറ്റ് റൂം വേണം. പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിരുന്നു. പിന്നല്ലാതെ താൻ എൻ്റെ റൂമിൽ കിടക്കുമോ? തനിക്ക് സെപ്പറേറ്റ് റൂം വേണമെന്ന് എനിക്കറിയില്ലേ? ഞാനതൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവളൊന്ന് വിളറിപ്പോയിരുന്നു. അവനെ കണ്ടതും റിസപ്ഷനിസ്റ്റ് പരിചയമായ ഒരു വ്യക്തിയെ പോലെ പുഞ്ചിരിച്ച് കാണിച്ചു. അവൻ സ്ഥിരമായി ഈ ഹോട്ടൽ വരാറുള്ളതാണെന്ന് ആ പുഞ്ചിരിയിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു. ഒന്നും ചോദിക്കാതെ 2 കീ അവൻ്റെ കൈകളിലേക്ക് നൽകുകയായിരുന്നു റിസപ്ഷനിസ്റ്റ്. ഒപ്പം മറ്റൊരാളെ വിളിച്ച് ലഗേജ് എടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അയാളെ പിന്തുടർന്നുകൊണ്ടാണ് 2 പേരും റൂമിലേക്ക് നടന്നത്. 2 റൂമും വലിയ വ്യത്യാസമില്ല എങ്കിലും ശ്രുതിയുടെ റൂം കഴിഞ്ഞ് 3-4 റൂമുകൾ കഴിഞ്ഞാണ് സഞ്ജയുടെ റൂം. ശ്രുതിയുടെ റൂമാണ് ആദ്യം തുറന്നു കൊടുത്തതും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പുറത്ത് ഞാനുണ്ട്, വിളിച്ചാൽ മതി. അവളോട് അത്രയും പറഞ്ഞാണ് അവൻ സ്വന്തം റൂമിലേക്ക് പോയിരുന്നത്. അവൾ തലകുലുക്കി സമ്മതിച്ചിരുന്നു. റൂമിലേക്ക് കയറി ഉടൻ തന്നെ കതക് ലോക്ക് ചെയ്തതിനു ശേഷം റൂമാകെയും നോക്കി ക്യാമറയോ മറ്റോ വെച്ചിട്ടുണ്ടോ എന്നറിയാനായി. ശേഷം ബാഗിൽ നിന്നും ഒരു ചുരിദാർ എടുത്ത് കുളിക്കാനായി കയറി. ബാത്റൂമിലും നല്ലൊരു തിരച്ചിൽ തന്നെ അവൾ നടത്തിയിരുന്നു. കുളി കഴിഞ്ഞിറങ്ങി ഫോണിൽ നോക്കിയപ്പോൾ കുറേ തവണ സഞ്ജയ് വിളിച്ചിട്ടുണ്ട്. അവൾക്ക് ഭയം തോന്നി. ഫോൺ എടുക്കാതിരുന്നതിനാൽ അവൾ ദേഷ്യപ്പെടുമോ എന്ന് പേടിയായിരുന്നു അവളിൽ നിറഞ്ഞു നിന്നിരുന്നത്. പെട്ടെന്ന് തന്നെ അവൾ തിരികെ വിളിച്ചു. എന്താടോ ഇത്? ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? എന്ത് കാര്യത്തിനാണ് വിളിച്ചതെന്ന് അറിയാനായി ഒരു ടെക്സ്റ്റെങ്കിലും അയച്ചുകൂടെ? ദേഷ്യത്തോടെ അവൻ ചോദിച്ചു. സോറി സർ, ഞാൻ കുളിക്കുമായിരുന്നു. ഭയങ്കര തലവേദനയായിരുന്നു. അത് കുളിച്ചപ്പോഴാണ് ശരിയായത്. ശരി, എന്ത് പറഞ്ഞാലുണ്ടല്ലോ എന്തെങ്കിലും എക്സ്ക്യൂസ്. താല്പര്യമില്ലാതെ അവൻ പറഞ്ഞു. ഫ്ലൈറ്റിൽ നിന്ന് താനൊന്നും കഴിച്ചില്ലല്ലോ, വിശക്കുന്നുണ്ടാവില്ലേ? ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോവുക. വേഗം റെഡിയായി വരാൻ പറയാനാണ് വിളിച്ചത്. ശരി സർ, അവൾ സമ്മതിച്ചു. അവനൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ പോലും അവൾക്ക് ഭയമായിരുന്നു. പതിഞ്ഞ അവളുടെ സ്വഭാവം, ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ പോലും ശ്രദ്ധിക്കാൻ അവനിൽ ഒരു ത്വര ഉണർന്നു. പക്ഷേ അങ്ങനെ താൻ അവളെ ശ്രദ്ധിക്കുന്നത് അവൾ തെറ്റിദ്ധരിച്ചാലോ എന്ന് ഭയന്ന് ആ സമയങ്ങളിൽ ഒന്നും തന്നെ അവൻ അവളെ നോക്കിയിരുന്നില്ല. നാളെ മീറ്റിംഗ് ഉണ്ടാവുകയുള്ളൂ. മീറ്റിങ്ങിന് വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ തന്ന ഫയൽ നോക്കിയൊന്ന് പഠിച്ചു വെക്കണം. നാളെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിലൊന്നും അറിയാതെ വരും. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. അവൾ സമ്മതിച്ചിരുന്നു. ആ പകൽ 2 പേർക്കും പിന്നീട് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞുകൊടുത്ത മെയിൽ അയക്കുകയും പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുകയുമൊക്കെയായിരുന്നു അവൾ ആ സമയങ്ങളിൽ ചെയ്തിരുന്നത്. വൈകുന്നേരമായപ്പോൾ അവൾ ഭയം ഇരച്ചു കയറാൻ തുടങ്ങി. പരിഭ്രമം വിരുന്നെത്താൻ തുടങ്ങിയതോടെ അവളിൽ അസാധാരണമായ ഒരു ഭയം ഉടലെടുത്തു. വീട്ടിൽ വിളിച്ച് കുഴപ്പമൊന്നുമില്ല എന്നറിയിച്ചു. അതിനുശേഷം സിന്ധുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. എന്താടി? ഞങ്ങളുടെ ഹോട്ടലിലാ ചേച്ചി. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ അവൾ പറഞ്ഞു. ഇതൊന്നും വെച്ച് നമുക്ക് ഒരാളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ലല്ലോ. ചിലപ്പോൾ നമ്മുടെ മുൻപിൽ മാന്യനാണെന്ന് തെളിയിക്കാൻ വേണ്ടി കുറച്ച് നല്ലവനായിട്ട് നിൽക്കുന്നതാണെങ്കിലോ. പിന്നെ ഒരുപാട് രാത്രിയായി കഴിഞ്ഞാൽ അയാൾ നിന്നെ മുറിയിലേക്ക് വല്ലതും വിളിച്ചാൽ പോകാൻ നിൽക്കണ്ട. സിന്ധു ഒരു മുന്നറിയിപ്പ് നൽകി. അവൾ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഫോണിലേക്ക് നോക്കിയപ്പോൾ സമയം 9 മണിയോട് അടുത്തിട്ടുണ്ട്. ഭക്ഷണം അവൻ തന്നെ ഓർഡർ ചെയ്ത് റൂമിലെത്തിക്കുകയായിരുന്നു. അതും കഴിച്ച് കിടക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഭയം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ തന്നെ ഉണ്ടായിരുന്നു. വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാണ് പിന്നെ ഉറങ്ങിയത്. ഉറക്കം പതിയെ ആഴത്തിലേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് ഫോൺ ബെല്ലടിച്ചത്. നോക്കിയപ്പോൾ സഞ്ജുവാണ്. ഭയം ഉച്ചസ്ഥായിയിലെത്തി വിറയലോടെ എടുത്തു. ഹലോ, താൻ കിടന്നിരുന്നു? അവൾ പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കി. സമയം 11:35 ആയിരിക്കുന്നു. ഈ സമയത്ത് പിന്നെ എന്ത് ചെയ്യും സർ? അവളുടെ മറുചോദ്യം കേട്ടപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അവനും അറിയില്ലായിരുന്നു. സോറി, ഉറക്കത്തിൽ ബുദ്ധിമുട്ടിച്ചതിന്. പക്ഷേ ഒരു അർജൻറ്റ് കാര്യമുണ്ട്. താൻ റൂമിലേക്ക് വന്നേ. ലാപ്പും കൂടി എടുത്തോ?
അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അവളുടെ കയ്യിലിരുന്ന ആ ഫോണ് വിറയ്ക്കാൻ തുടങ്ങി. സിന്ധു പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായി വരുന്നത് പോലെ അവൾക്ക് തോന്നി.